ഏതെങ്കിലും ഒരു യമുവിനെ കാണുമ്പോൾ നിങ്ങൾ ആധികാരികമായി ചോദിച്ചു നോക്കുക, അള്ളാഹു ഇല്ല, പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ച്, നിങ്ങളൊക്കെ പറയുന്ന സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിശാസ്ത്രം അനുസരിച്ച് തെളിഞ്ഞിട്ടാണോ നീ ദീൻ വിട്ടതെന്ന് തലമ ചൊറിഞ്ഞിട്ട് പറയും മുഹമ്മദ് നബി എന്തിനാ ആയിഷ ബീവിനെ കെട്ടിയത്. അല്ലാതെ അള്ളാഹു ഇല്ല എന്ന് തെളിയിക്കാൻ ഭൂലോകത്ത് റിച്ചാർഡ് ഡോക്കിൻസ് മുതൽ സി രവിചന്ദ്രൻ വരെയുള്ള ഒരാൾക്കും സാധ്യമല്ല. ചോദിക്ക്. ആ സമയത്ത് അവർ പറയും എന്തിനാ ആയിഷ ബീവിനെ കെട്ടിയത് എന്ന്. ആയിഷ ബീവിനെ എന്തിനു കെട്ടി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ താത്വികമായ വിശകലനത്തിക്കല്ല ഞാൻ പറയണത്. റസൂലുള്ളാഹി തങ്ങളന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മുത്തഇമിന്റെ മരുമകളായിട്ട്, മജൂസിയായ മുത്തഇമിന്റെ മരുമകളായിട്ട് ആയിഷ ബി പോകുമായിരുന്നു 6-ാം വയസ്സിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3 വർഷം അവരെ കൂട്ടിയില്ല ജീവിതത്തിലേക്ക്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറകെ നടക്കും, ഒന്ന് കൊണ്ടുപോണ്ടേ, നമുക്കൊരു പന്തലിടണ്ടേ, കല്യാണം നടത്തണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ 9-ാം വയസ്സിൽ മാത്രം. അവിടെയും നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും വേണ്ട, ഈ നൂറ്റാണ്ടിന്റെ ഫസ്റ്റിൽ പോലും അങ്ങനത്തെ കല്യാണങ്ങളൊക്കെ സുലഭമാണ്. നമ്മുടെ ഇന്ത്യയിലെ മഹാഗുരുക്കളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവാകുന്ന ഷിർദി സായി ബാവയടക്കം, ഇന്ത്യയുടെ ആദ്യത്തെ മഹാ സയന്റിസ്റ്റാകുന്ന രാമാനുജനടക്കം എല്ലാവരും 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കെട്ടിയവരാണ്. ശ്രീരാമനടക്കം. സീതയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അതൊന്നും അല്ലെങ്കിലും ആർക്കും വിഷയമല്ലല്ലോ.